അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ക്യാപ്റ്റനെ പഴിചാരാനാണോ ശ്രമം എന്ന് സംശയിക്കാവുന്ന വിധമാണ് കാര്യങ്ങളുടെ പോക്ക്. നിലവിലെ സൂചന പ്രകാരം അന്വേഷണം ചെന്നെത്തുന്നത് ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനത്തിന്റെ ഇന്ധന സ്വിച്ച് ചലിപ്പിച്ചത് ആരുടെ കൈകളാണ് എന്ന ചോദ്യത്തിലേക്കാണ്. അമേരിക്കൻ മാധ്യമങ്ങളിൽ അടക്കം വരുന്നത് ബോയിങ് കമ്പനിയെ പൊതിഞ്ഞു പിടിക്കുന്ന വിധമുള്ള റിപ്പോർട്ടുകളുമാണ്. ക്യാപ്റ്റൻ സുമിത് സബർവാൾ വിഷാദ രോഗത്തിന് മുമ്പ് ചികിത്സ തേടിയെന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അമേരിക്കൻ മാധ്യമത്തിന്റെ റിപ്പോർട്ട് തള്ളിയിരിക്കുകയാണ് ഇന്ത്യയിലെ പൈലറ്റുമാരുടെ സംഘടന. എന്നാൽ സർക്കാരോ സിവിൽ ഏവിയേഷൻ വകുപ്പോ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ദുരന്തത്തിൽ മരിച്ചുപോയ വൈമാനികന്റെ മേൽ എല്ലാ ഉത്തരവാദിത്വവും കെട്ടിവെച്ചൊഴിയുമോ? ആദ്യ എക്സ്ട്രാ. വിമാന ദുരന്തത്തിൽ അന്വേഷണം വൈമാനികരിൽ മാത്രം കേന്ദ്രീകരിക്കുന്നുവെന്നാണ് വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട്. ആദ്യഘട്ടത്തിലെ തെളിവുകൾ പരിശോധിച്ച US അധികൃതരെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട്. വിമാനം തകർന്നു വീഴുന്നതിന് തൊട്ട് മുൻപ് കോക്പിറ്റിൽ നടന്ന സംഭാഷണമാണ് സുമിത് സബർവാളിനെതിരെ ആയുധമാക്കുന്നത്. എഞ്ചിനിലേക്കുള്ള ഇന്ധന സ്വിച്ച് ഓഫായത് സംബന്ധിച്ച് പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണം ബ്ലാക്ക് ബോക്സ് പരിശോധനയിലൂടെ കണ്ടെത്തിയിരുന്നു. വിമാനം പറത്തുന്നതിൽ പരിചയസമ്പന്നനായ ക്യാപ്റ്റനോട് സഹ പൈലറ്റ് എന്തുകൊണ്ട് ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്തുവെന്ന് ചോദിച്ചെന്ന് അമേരിക്കൻ മാധ്യമം ആരോപിക്കുന്നു. സുമീതിന് മാനസികാരോഗ്യ പ്രശ്നമുണ്ടായിരുന്നുവെന്നാണ് വാൾസ്ട്രീറ്റ് ജേണലിന്റെ കണ്ടെത്തൽ. ബോയിങ്ങിനെ രക്ഷിക്കാനാണ് വാൾസ്ട്രീറ്റ് ജേണലിന്റെ നീക്കമെന്നാണ് എതിർവാദം. അമേരിക്കൻ മാധ്യമത്തിന്റെ റിപ്പോർട്ടിനെ പൂർണ്ണമായി തള്ളിയിരിക്കുകയാണ് പൈലറ്റുമാരുടെ സംഘടനകൾ. പൈലറ്റുമാർ വിദഗ്ധരായിരുന്നുവെന്നും പിഴവുണ്ടായിട്ടില്ലെന്നും സംഘടനാ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. എന്നാൽ ആരോപണങ്ങളോട് പ്രതികരിക്കാൻ വ്യോമയാന മന്ത്രാലയവും ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷനും തയ്യാറായിട്ടില്ല. RDX റാപ്പ് ന്യൂസ് മലയാളം. ഈ അപകടത്തെക്കുറിച്ച് വാൾസ്ട്രീറ്റ് ജേണലിൽ വന്നത് എന്താണെന്ന് പരിശോധിക്കാം. ദുരന്തത്തിന്റെ ഇടയാക്കിയത് ക്യാപ്റ്റന്റെ പിഴവാണ് എന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ പറയുന്നത്. എയർ ഇന്ത്യ വിമാനത്തിലെ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്തത് ക്യാപ്റ്റൻ സുമിത് സബർവാളാണത്രേ. ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്തത് എന്തിനാണ് എന്ന് സഹ പൈലറ്റ് ചോദിച്ചു. ഫസ്റ്റ് ഓഫീസർ പരിഭ്രാന്തനായെന്നും ക്യാപ്റ്റൻ ശാന്തൻ ആയിരുന്നു എന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ അന്വേഷണം വൈമാനികരിലേക്ക് മാത്രം ഒതുങ്ങുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ദുരന്തത്തിൽ വൈമാനികരെ പഴിച്ച് ആണ് ആദ്യ റിപ്പോർട്ടും വന്നിരിക്കുന്നത്. റിപ്പോർട്ട് തയ്യാറാക്കിയത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ്. 15 പേരുള്ള റിപ്പോർട്ടിൽ പൈലറ്റുമാരുടെ സംഭാഷണമടങ്ങുന്ന കോക്പിറ്റ് ശബ്ദരേഖയാണ് പ്രധാനമായും ഉള്ളത്. ദുരന്തത്തിൽ വിമാന നിർമ്മാതാക്കൾക്ക് പങ്കില്ല എന്നാണ് IAIB പറയുന്നത്. എഞ്ചിൻ നിർമ്മാതാക്കൾക്കും ഉത്തരവാദിത്വമില്ല എന്ന പരാമർശമുണ്ട്. പൈലറ്റുമാരെ മാത്രം പഴി പറയുന്നതിൽ വ്യാപക വിമർശനം ഈ ഘട്ടത്തിൽ തന്നെ ഉയർന്നു കഴിഞ്ഞു. ഈ ഉത്തരവാദിത്വം പൈലറ്റുമാർക്ക് മാത്രമാണോ യഥാർത്ഥത്തിൽ? ഡൽഹി അഹമ്മദാബാദ് സർവീസിനിടെ വിമാനത്തിന് സാങ്കേതിക തകരാറ് ഉണ്ടായിട്ടുണ്ട്. അഹമ്മദാബാദിൽ എത്തിയ ശേഷം തകരാർ പരിഹരിച്ചു എന്നാണ് റിപ്പോർട്ട്. അപകടത്തിന് ആഴ്ചകൾക്ക് മുമ്പ് വിമാനത്തിന് 2 തവണ ഇലക്ട്രിക്കൽ തകരാറുണ്ടായിട്ടുണ്ട്. ഡിസംബർ മാസത്തിലും ലണ്ടൻ യാത്രയ്ക്ക് മുമ്പ് വിമാനത്തിൽ സാങ്കേതിക പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഈ ക്യാപ്റ്റനെ മാത്രം ക്രൂശിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ് പൈലറ്റുമാരുടെ ആരോപണം. ക്യാപ്റ്റൻ സുമിത് സബർവാളിനെതിരെ വാൾസ്ട്രീറ്റ് ജേണലിൻ്റെ ഗുരുതര ആരോപണം വന്ന പശ്ചാത്തലത്തിലാണ് ഈ ഒരു സാഹചര്യം, ഈ വിമർശനം ഉയരുന്നത്. സുമിത് സബർവാൾ വിഷാദരോഗിയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ചികിത്സാ രേഖകളൊക്കെ പരിശോധിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ വിവരം. മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടി എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 2022 അമ്മയുടെ മരണശേഷം ദീർഘകാല അവധിയെടുത്തു എന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ പരിചയസമ്പന്നരാണ് ഈ 2 പൈലറ്റുമാരും എന്ന വാസ്തവമുണ്ട്. അപകടത്തിൽപ്പെട്ട വിമാനം പറത്തിയത് പരിചയസമ്പന്നരായ വൈമാനികരാണ്. 56-കാരനായ സുമിത് സബർവാളിന് 15,638 മണിക്കൂർ വിമാനം പറത്തിയ പരിചയമുണ്ട്. ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദർ വിമാനം പറത്തിയിട്ടുള്ളത് 3,403 മണിക്കൂറാണ്. ഇരുവരും ഏത് ദുർഘട സാഹചര്യത്തെയും നേരിടാൻ കഴിവുള്ളവരാണ് എന്നതാണ് വാസ്തവം. അഹമ്മദാബാദിൽ തകർന്നു വീണത് എയർ ഇന്ത്യയുടെ ബോയിങ് 787 ഡ്രീം ലൈനറാണെന്ന് പറഞ്ഞല്ലോ. കൊല്ലപ്പെട്ടത് 229 യാത്രക്കാരും 12 ക്രൂ അംഗങ്ങളും 19 പ്രദേശവാസികളും അടക്കം 260 പേരാണ്. അപകടം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് നിമിഷങ്ങൾക്കകമായിരുന്നു. ഇന്ത്യ ഒട്ടാകെ ഞെട്ടിയ സംഭവമാണ്, ലോകമൊട്ടാകെ ഞെട്ടിയ സംഭവമാണ്. രക്ഷപ്പെടാനായത് ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ് കുമാർ രമേശിന് മാത്രമായിരുന്നു എന്നതും നമ്മൾ കണ്ടു. ഈ ബോയിങ് പ്രശ്നക്കാരനാണോ ഡ്രീം ലൈനർ 787? ഏറെ അപകട സാധ്യതയുള്ള വിമാനം എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. വിമാനത്തിൻ്റെ ഘടനയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. തകർന്നു വീഴാമെന്ന് മാസങ്ങൾക്ക് മുമ്പേ മുന്നറിയിപ്പ് നൽകിയത് ക്വാളിറ്റി എഞ്ചിനീയറായിരുന്ന സാം സലേപ്പോർ ആണ്. അപകടത്തിൽപ്പെട്ടത് 11 വർഷം പഴക്കമുള്ള വിമാനമായിരുന്നു എന്ന വാസ്തവവുമുണ്ട്. സനീഷ്, ഇപ്പോൾ ആദ്യമായിട്ടല്ല ഒരു വിമാനാപകടത്തിന് ശേഷം
പൈലറ്റുമാരിലേക്ക് എല്ലാ പഴിയും എത്തുന്ന തരത്തിൽ റിപ്പോർട്ട് ഉണ്ടാകുന്നത്. മുമ്പ് ഇന്ത്യയിൽ തന്നെ ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. ആ മലേഷ്യൻ വിമാനം കാണാതായ സംഭവം വേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോഴും അത് പലതരത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതെല്ലാമുണ്ട്. എല്ലാ സംഭവങ്ങൾക്കും ഒടുവിൽ ഇത് പൈലറ്റിൻ്റെ വീഴ്ച എന്ന ഒരു കൺക്ലൂഷനിലേക്ക് വളരെ പെട്ടെന്ന് എത്തുന്നത് അതിലൊരു ദുരൂഹതയുണ്ട് എന്ന് പൈലറ്റുമാർ പറയുന്നതിൽ വാസ്തവമില്ലേ? നിശ്ചയമായിട്ടും നമ്മൾ അങ്ങനെ തന്നെ കാണേണ്ടി വരും. ഇപ്പോൾ അല്പം മുമ്പ് BBC പ്രസിദ്ധീകരിച്ച ഒരു സമഗ്രമായിട്ടുള്ള ലേഖനത്തിൽ അവർ പറയുന്നത് 100 പേരോട്, അതായത് ഈ വൈമാനിക മേഖലയിൽ പ്രവർത്തിക്കുന്ന പല മേഖലയുള്ള പൈലറ്റുമാരും മറ്റുമായിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള 100 പേരോട് അവർ സംസാരിച്ചു ആ റിപ്പോർട്ട് തയ്യാറാക്കാൻ. 100 പേരിൽ ഒരാൾ പോലും അവരോട് ഇതിനെക്കുറിച്ച് ഈ സംശയങ്ങളില്ലാതെ സംസാരിച്ചില്ല എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൈലറ്റുമാരിലേക്ക് കുറ്റമെത്തുന്ന വിമാനാപകട ശേഷമുള്ള റിപ്പോർട്ടുകൾ നമ്മൾ നേരത്തെയും വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പ്രാഥമിക റിപ്പോർട്ടാണ്. 30 ദിവസത്തിനകം അപകടമുണ്ടായി 30 ദിവസത്തിനകം തയ്യാറാക്കേണ്ടുന്ന ഒരു റിപ്പോർട്ട് 15 ദിവസം ആകുമ്പോഴേക്കും എത്തി. ഏതാണ്ട് 15 പേജുള്ള റിപ്പോർട്ടാണ്. ഇതിനകത്ത് ഈ റിപ്പോർട്ടിൽ ഉള്ളതിനേക്കാൾ പറയാതിരുന്ന കാര്യങ്ങളാണ് ഈ സംശയത്തിനിടയാക്കുന്നതെന്നാണ് അവരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇതിനകത്ത് കോക്പിറ്റ് വോയിസ് റെക്കോർഡറിലെ ഈ 2 കാര്യങ്ങൾ മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. അതായത് ഒന്ന്, ഇതാരാണ് ഈ സ്വിച്ച് ഓഫ് ഇതെന്ന് ഒരാൾ ചോദിക്കുന്നു, മറ്റേ ആൾ ഞാനല്ല എന്ന് പറയും, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഇത് ആരാണ് എന്നൊന്നും അവർ എഴുതിയിട്ടില്ല. ഈ കാര്യം, അതായത് ഇന്നിപ്പോൾ നമ്മൾ ഈ വെസ്റ്റേൺ മീഡിയയിലൊക്കെ കാണുന്ന ഈ പൈലറ്റ്, അതായത് മുതിർന്ന പൈലറ്റ് ലീഡ് പൈലറ്റിൻ്റെ ആണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന സൂചന ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലാതെ മറ്റൊന്നും റിപ്പോർട്ടിനകത്തില്ല. അതായത് റിപ്പോർട്ട് സമഗ്രമേ അല്ല. ഈ സൂചനകൾ കൊടുക്കാനും ഈ സൂചനകൾ പൊതുരംഗത്ത് ചർച്ചയാകാനും വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് മാത്രവുമല്ല, ഈ റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ട് പ്രാഥമികമായ അവസ്ഥയിൽ പബ്ലിഷ് ചെയ്യേണ്ടത്, പരസ്യപ്പെടുത്തേണ്ടുന്ന യാതൊരു സാഹചര്യവുമില്ല, അങ്ങനെ ചെയ്യാറില്ല, അങ്ങനെ നിബന്ധനകളില്ല എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ, ഇവരുടെ വോയിസ്, ഇവരിങ്ങനെയാണ് സംസാരിച്ചെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പൊതുരംഗത്ത് ചർച്ചയാണ്. അതുകൊണ്ട് പിന്നെ ആദ്യം മുതൽ തന്നെ ഈ ഫുൾ പിക്ചർ ഇല്ലാത്ത, അതായത് സമഗ്രമായ വിവരങ്ങളില്ലാത്ത, പലതും ഒഴിവാക്കിക്കൊണ്ടുള്ള, സാങ്കേതികമായിട്ടോ മെയിൻ്റനൻസ് പരമായിട്ടോ ഉള്ള വിശദാംശങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഈ റിപ്പോർട്ട് വരികയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത് തന്നെ അങ്ങേയറ്റം അൺഎത്തിക്കലാണെന്ന് കൂടെ ഈ പൈലറ്റുമാരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ഇത് പ്രാഥമികമായിട്ട് മാത്രമുള്ള വിവരങ്ങളാണ്. അതങ്ങനെ ഇരിക്കെ മുഴുവൻ പരിശോധനകളും പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ പൈലറ്റിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് ആ വ്യക്തിയോടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ഒക്കെയുള്ള വലിയ അനാദരവാണ്, അൺഎത്തിക്കലാണ്. ഈ മേഖലയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് ആ മേഖലയിൽ തന്നെയുള്ള ആളുകളാണ്, ഈ ഉത്തരവാദിത്തരാഹിത്യമാണ്, വ്യക്തികളെയും കുടുംബങ്ങളെയും ബാധിക്കുന്നതാണ്, എത്തിക്കൽ റിപ്പോർട്ടിങ്ങിൻ്റെ വയലേഷനുമാണ് എന്നവർ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം മിസ്സിംഗ് ആണ്. അതായത് എന്തുകൊണ്ടാണ് ഈ സെലക്റ്റീവ് റിപ്പോർട്ട് വരുന്നത് എന്ന ചോദ്യമാണ് അവർ ആവർത്തിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഈ BBC-കകത്ത് ആണെന്ന് തോന്നുന്നു ഞാൻ വായിച്ച മറ്റൊരു കാര്യമുള്ളത്, ഈ സ്വിച്ച്, നമ്മൾ ഈ പറയുന്ന സ്വിച്ച് ഉണ്ടല്ലോ, നമുക്ക് അതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങൾ അറിയില്ല, ഈ പറന്നുയർന്നതിന് ശേഷം ഒരിക്കലും ഓഫാകാൻ പാടില്ലാത്ത ഈ സ്വിച്ച് അതിനൊരു പ്രശ്നമുണ്ട് എന്നത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്ര. ഈ വിമാനത്തിൻ്റെ അതല്ല, ഈ മാതിരിയുള്ള വിമാനത്തിൻ്റെ, ഈ ബോയിങ്ങിൻ്റെ വിമാനങ്ങളുടെ. പക്ഷേ അതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമല്ല എന്ന മറ്റുള്ള ആഭ്യന്തരമായിട്ടുള്ള വിനിമയങ്ങൾ നടന്നിരുന്നു എന്നും ചില ഭാഗങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മുൻകൂർ നേരത്തെ ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കെ, പക്ഷേ ബോയിങ്ങിൻ്റെയോ വിമാന നിർമ്മാതാക്കളുടെയോ പ്രശ്നമല്ല എന്ന് സ്ഥാപിക്കാനായിട്ട് ഉള്ള സെലക്റ്റീവായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് വരുന്ന പ്രധാനപ്പെട്ട വിമർശം. ഇതിനകത്ത് ബോയിങ് അമേരിക്കൻ കമ്പനിയാണ്, അമേരിക്ക നിർമ്മിച്ചിരിക്കുന്ന വിമാനമാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട്, ആ വിമാന കമ്പനിക്ക് വേണ്ടിയിട്ട് വലിയ തോതിൽ ഈ പറയുന്ന പക്ഷം പിടിച്ചുള്ള റിപ്പോർട്ട് നടക്കുകയും, അത് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ കാര്യത്തിലും അതാണ്, അവിടെ നിന്നുള്ള മാധ്യമ റിപ്പോർട്ടുകളുടെ കാര്യത്തിലും അതാണ് എന്ന സംശയം വളരെ ഗൗരവതരമായിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. ഞാൻ വായിച്ചുള്ള BBC-യുടെ റിപ്പോർട്ടിനകത്ത് തന്നെയും അതാണ് പറയുന്നത്. അതിനകത്ത് അവർ കോട്ട് ചെയ്തിരിക്കുന്ന ആളുകളെല്ലാം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇത് അങ്ങേയറ്റം ശരിയല്ലാത്ത കാര്യമാണ് ഈ നടക്കുന്നതെന്നാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഈ പൈലറ്റിൻ്റെ പിഴവല്ല എങ്കിൽ അദ്ദേഹവും ഈ കൊല്ലപ്പെട്ട മുഴുവൻ ആളുകളുടെയും ജീവന് കാരണമായത് ഈ നിർമ്മാതാക്കളുടെ പിഴവും മറ്റുമാണെങ്കിൽ, അങ്ങേയറ്റം നഗ്നമായിട്ടുള്ള, അങ്ങേയറ്റം ഒട്ടും ധാർമ്മികമല്ലാത്തൊരു കാര്യം അവിടെ നടക്കുന്നു എന്ന് വേണം നമ്മളുടെ പരിമിതമായ അറിവ് വെച്ചിട്ടും, നമ്മൾ ഈ വായിച്ചിട്ടും മറ്റും മനസ്സിലാക്കുന്ന കാര്യം വെച്ചും വിലയിരുത്താൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. അതായത് ആ പരിമിതമായ അറിവാണ് നമുക്കുള്ളത്, നമ്മുടെ മുന്നിലുള്ള റിപ്പോർട്ടുകളാണുള്ളത്, ആളുകളുടെ വെളിപ്പെടുത്തലുകളാണുള്ളത്. ആ വെളിപ്പെടുത്തലുകളെല്ലാം വെച്ച് നോക്കിയാൽ ഈ ഡ്രീം ലൈനർ വിമാനം, ഈ വിമാനം കുഴപ്പമുള്ള വിമാനമാണ്, ഇത് അപകടമുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായി ബോയിങ് ഈ വിവിധ സ്ഥലങ്ങളിൽ ഈ വിമാനത്തിൻ്റെ പാർട്സ് എല്ലാം നിർമ്മിച്ചു കൊണ്ടുവരികയും അതെല്ലാം പിന്നീട് അസംബിൾ ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഇത് മാറ്റിക്കഴിഞ്ഞപ്പോൾ തന്നെ ഈ വിമാനങ്ങളുടെ ക്വാളിറ്റിയിൽ വലിയ നഷ്ടമുണ്ടായി എന്നുള്ള വെളിപ്പെടുത്തൽ നേരത്തെ വന്നതാണ്. അതിൻ്റെ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ അപകടം എന്നത് ഇത് ഈ വിമാനത്തിൻ്റെ പിഴവാണ്, ഈ മോഡലിൻ്റെ പിഴവാണ്, അല്ലെങ്കിൽ ആ എൻജിൻ തകരാറാണ് എന്ന മട്ടിൽ ഒരു വിലയിരുത്തലിലേക്ക് വന്നാൽ
വളരെ പെട്ടെന്ന് ഈ മോഡൽ വിമാനങ്ങളെല്ലാം ഗ്രൗണ്ട് ചെയ്യേണ്ടി വരും. അത് സംബന്ധിച്ചുള്ള സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോയി ഒരുപാട് വിമാനങ്ങൾ. ഈ എയർലൈൻ കമ്പനികളെ സംബന്ധിച്ച് ഇത് വലിയ നഷ്ടമാണ്. എല്ലാ എയർലൈൻ കമ്പനികളെ സംബന്ധിച്ചും വലിയ നഷ്ടമാണ്. ഈ വിമാന കമ്പനി ബോയിങ്ങിനെ സംബന്ധിച്ച് ഇത് വലിയ നഷ്ടം. അല്ലെങ്കിൽ തന്നെ അത് ചില പ്രതിസന്ധികളിലാണ്. അവരെ സംബന്ധിച്ച് ഇത് വലിയ നഷ്ടമുണ്ടാക്കും. അവരുടെ വളരെ ലാഭത്തിലേക്ക് അവരെ എത്തിക്കും എന്നവർ കരുതുന്ന ഒരു മോഡലുമാണ് ഈ ഡ്രീം ലൈനർ എന്ന് പറയുന്ന വിമാനം. കാരണം അത് ലോകമെമ്പാടും ഇത് ഉപയോഗിക്കുന്ന വിമാനം കൂടിയാണ്. ഒരുപക്ഷെ അതിൻ്റെ എണ്ണ കൂടുതൽ കൊണ്ടാവാം അപകടങ്ങളുടെ എണ്ണത്തിൽ കൂടുതൽ കാണുന്നത് എന്നൊക്കെയുള്ള വിലയിരുത്തലുകളും വേറെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ കണ്ടു. പക്ഷേ എന്തായാലും ഈ നേരിട്ട് ഈ പൈലറ്റുമാരുടെ കുഴപ്പം എന്ന നിലയിലേക്കുള്ള വിലയിരുത്തൽ അതാദ്യമായി വരുന്നതല്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഇന്ത്യയിൽ തന്നെ നമുക്കിപ്പോൾ മംഗലാപുരം അപകടത്തിലും ഈ കരിപ്പൂർ അപകടത്തിലടക്കം ആ വിലയിരുത്തലിലേക്ക് വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ അത്തരം റിപ്പോർട്ടുകളിലേക്ക് പെട്ടെന്ന് വന്നു. ഇതിൽ ഒന്നാമത് ഞാൻ സംശയിക്കുക മാധ്യമങ്ങളെയും കൂടിയാണ്. കാരണം മാധ്യമങ്ങളിൽ ആദ്യം ഈ റിപ്പോർട്ടുകളെല്ലാം പ്രത്യക്ഷപ്പെടുക മാധ്യമങ്ങളിൽ, ഈ സംശയങ്ങളെല്ലാം, ഈ ഗൂഢാലോചന സിദ്ധാന്തമെല്ലാം പ്രത്യക്ഷപ്പെടുക മാധ്യമങ്ങളിലാണ്. ഇപ്പോൾ വാൾ സ്ട്രീറ്റ് ജേണലിൽ വന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. ആ റിപ്പോർട്ടുകളെല്ലാം ഈ ഒരു എന്താണ്, നമ്മൾ മാധ്യമപ്രവർത്തകരായി ഇരുന്നതുകൊണ്ട് തന്നെ പറയാവുന്ന ഒരു കാര്യം, വലിയൊരു വിഭാഗം മാധ്യമപ്രവർത്തകർ ഈ ലോബിയിങ്ങിന് എളുപ്പത്തിൽ വശംവദരാകുകയോ അതിലേക്ക് കടക്കുകയോ ഒക്കെ ചെയ്യും, പ്രത്യേകിച്ച് ഇത്തരം സംവിധാനങ്ങൾ ഒക്കെ ഉള്ളപ്പോൾ. അപ്പോൾ അതിൻ്റെ സാഹചര്യം ഒരു വിമാന ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ സംഭവിക്കാമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഭീമമായ നഷ്ടപരിഹാരം വേറെ കൊടുക്കേണ്ടതുണ്ട്. ഇതിലെല്ലാമുള്ള പഴുതുകൾ കണ്ടെത്താനാണ് എപ്പോഴും എയർലൈൻ കമ്പനികളൊക്കെ ശ്രമിക്കുക. ഒരുപക്ഷെ അതിൻ്റെ ഭാഗം കൂടിയായിരിക്കും. ഇപ്പോൾ ഈ ലയൺ എയർ ഫ്ലൈറ്റ് 610 എന്നത് 2018 ഇന്തോനേഷ്യയിൽ 189 പേർ മരിച്ച അപകടമാണ്. അതിലാദ്യം തന്നെ പൈലറ്റിൻ്റെ പിഴവാണ് എന്നാണ് ചൂണ്ടിക്കാട്ടിച്ചത്. പക്ഷേ പിന്നീട് ഇതിപ്പോൾ ബോയിങ് മാക്സിൻ്റെ MCAS-ൻ്റെ ആ സോഫ്റ്റ്വെയറിൻ്റെ തകരാറാണ് എന്ന് പിന്നീട് തെളിയുക. ആദ്യം വരുന്ന റിപ്പോർട്ട് എന്താണ്? പൈലറ്റിൻ്റെ പിഴവാണെന്നാണ്. പക്ഷേ പിന്നീട് ഈ പറയുന്ന പൈലറ്റുമാരുടെ പ്രതിഷേധം ഉണ്ടാകുന്നു, അന്വേഷണം നടക്കുന്നു, എല്ലാത്തിനും ശേഷം സോഫ്റ്റ്വെയർ തകരാറാണ് എന്ന് തെളിയുന്നു. എത്യോപ്യൻ എയർലൈൻസിൻ്റെ 302 ഫ്ലൈറ്റ് 2019 157 പേര് മരിച്ചതാണ്. ആദ്യം പൈലറ്റിൻ്റെ പരിശീലനക്കുറവാണ് എന്നാണ് പറഞ്ഞത്. അവിടെയും MCAS-ൻ്റെ തകരാറാണ് എന്ന് പിന്നീട് കണ്ടെത്തുകയാണ്. അപ്പോൾ ഈ പൈലറ്റുമാരുടെ സംഘടനകളും ഈ വിമാന നിരീക്ഷകരും വ്യോമ നിരീക്ഷകരും ഒക്കെ ഈ MCAS-ൻ്റെ പ്രശ്നം മറച്ചു വയ്ക്കാനുള്ള ശ്രമം ബോധപൂർവം നടത്തുന്നു ലോകമെമ്പാടും എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. അതായത് ഈ വ്യക്തികളിലേക്ക് ചുരുങ്ങുകയാണല്ലോ. അപ്പോൾ ഈ സംഘടനകൾ പോലും ഇതിനൊപ്പം നിൽക്കുന്നില്ല. കാരണം ഇത് വലിയ ഫണ്ടിൻ്റെ, വലിയ ലോബിയിങ്ങിൻ്റെ ഒരു ഇടപാടാണ് എന്നുള്ളതാണ്. അതുപോലെ മലേഷ്യൻ എയർലൈൻസിൻ്റെ നമ്മൾ പറഞ്ഞു 2014 പ്രശ്നം. അതുപോലെ എയർ ഫ്രാൻസ് ഫ്ലൈറ്റ് 447 2009 റിയോ ഡി ജനറോയിൽ നിന്ന് പാരീസിലേക്ക് പോയ അതാണ് എയർ ബസ്. അത് സമുദ്രത്തിൽ തകർന്നുകൊണ്ട് പ്രാഥമിക റിപ്പോർട്ടുകൾ പൈലറ്റിൻ്റെ തെറ്റായ തീരുമാനങ്ങളാണ് എന്ന് തന്നെയാണ് അന്ന് വിലയിരുത്തിയത്. പക്ഷേ പിന്നീട് ഇതിൻ്റെ സ്റ്റോൾ റിക്കവറി സിസ്റ്റത്തിലെ തകരാറും ഒക്കെയാണ് പ്രശ്നം എന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ ഇതൊരു പുതിയ സംഗതിയല്ല. ഈ എയർലൈനുകൾക്കും വിമാന കമ്പനികൾക്കും വിമാന നിർമ്മാതാക്കൾക്കും ഈ വിവിധ സംഘടനകൾക്കും എല്ലാം പങ്കുള്ള ഒരു ഏർപ്പാടാണ് ഈ അട്ടിമറി എന്നുള്ളതാണ് ഇതിലേറ്റവും സങ്കടകരമായ കാര്യം. ഏറ്റവും സുരക്ഷിതമായ യാത്രാ ഉപാധി എന്ന് എല്ലാവരും കരുതുന്നതും തെളിയിക്കപ്പെട്ടതുമായത് വിമാനം തന്നെയാണ്. വിമാനത്തിൽ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ യാത്ര. ഇപ്പോൾ റോഡിൽ നമ്മൾ യാത്ര ചെയ്യുന്നതിനേക്കാൾ എത്രയോ സുരക്ഷിതമാണ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നത്. പക്ഷേ അതിനെ കൂടി സംശയത്തിലും ഈ ആളുകളെ ഭീതിയിലുമൊക്കെ നിർത്തുന്നതാണ് ഇത്തരം ഇടപാടുകൾ എന്നുള്ളതുകൂടിയാണ് ഒരു പ്രശ്നം. ആരാണ് അഹമ്മദാബാദ് ദുരന്തത്തിൻ്റെ ഉത്തരവാദി? അതിവേഗം ഉത്തരങ്ങളിലേക്ക് ചെന്നെത്തുന്നതല്ല വിമാന ദുരന്തങ്ങളുടെ അന്വേഷണത്തിൻ്റെ രീതിശാസ്ത്രം. എല്ലാ സാധ്യതകളും ഇഴകീറി സകല തെളിവുകളും അതിസൂക്ഷ്മമായി വിശകലനം ചെയ്ത് ഏറെ സമയമെടുത്ത് തീരുന്ന ഒരു പ്രക്രിയയാണത്. പക്ഷേ ഉത്തരവാദിത്വമില്ലാതെ അനുമാനങ്ങളിലേക്ക് ചെന്നെത്തുന്ന വിധം പൊതുസമൂഹങ്ങളിലേക്ക് വിവരം ലീക്ക് ചെയ്യുന്നതും നല്ല രീതിയല്ല. അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ ബോയിങ് കമ്പനിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാകുമെന്ന് സംശയിക്കുന്നവരെ തെറ്റു പറയാനാകില്ല. ഏതായാലും എല്ലാം ക്യാപ്റ്റൻ്റെ തലയിലിട്ട് വിമാന നിർമ്മാതാക്കളായ ബോയിങ്ങും എയർ ഇന്ത്യക്കുമൊക്കെ ഒഴിയാനാകില്ല എന്നാണ് വ്യോമയാന വിദഗ്ധർ ഇപ്പോൾ നൽകുന്ന സൂചന. അന്വേഷണം പൂർണ്ണമാകും മുമ്പേ ഒരു മുഴം മുമ്പേ എറിഞ്ഞിരിക്കുകയാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ. അതിൽ വ്യക്തത വരുത്തി ഊഹാപോഹങ്ങളെ തടയേണ്ട ഉത്തരവാദിത്വം നമ്മുടെ സർക്കാരിനുമുണ്ട് എന്ന് RTX കരുതുന്നു.